മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം. അതിൽ SBI സീരിയൽ നമ്പറുകൾ കൈമാറണമെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. അതിൽ എന്തായിരിക്കും ഇന്ന് കോടതിയിൽ സംഭവിക്കാൻ പോവുക എന്നൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ്. അതിൽ തന്നെ ഉള്ളൊരു മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് കൂടുതൽ അപകടകരമായ ഒരു വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാലഹരണപ്പെട്ട ഇലക്ട്രൽ ബോണ്ടുകളും BJP അനധികൃതമായി പണമാക്കി മാറ്റിയെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ് സിബി അതിന്റെ? കീർത്തി, ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഒരു യുദ്ധത്തിൽ പണമാക്കി മാറ്റുമായി ബന്ധപ്പെട്ട നിരവധി കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ അന്ത്യശാസ്ത്രമാണ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം നൽകിയത്. കഴിഞ്ഞ ദിവസം വളരെ വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനും BJPക്ക് ലഭിച്ചത്. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടെങ്കിലും ഇതിൻ്റെ നമ്പറുകൾ, അതായത് ആൽഫ ന്യൂമറിക് നമ്പറുകളോ അല്ലെങ്കിൽ കോഡുകളോ ഇതുവരെയും പുറത്തുവിടാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രയുടെ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് കൃത്യമായി ചോദിച്ചത്, നിങ്ങൾ SBIക്ക് വേണ്ടിയാണ് ഹാജരായതെന്ന് ഈ SBIക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവെയോട് ചോദിക്കുന്നൊരു ഘട്ടം കൂടി ഉണ്ടായി. അത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ എന്നെല്ലാം നിലയും കൃത്യമായി ചോദിക്കുന്ന ഒരു അവസ്ഥ കൂടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കാണുകയുണ്ടായി. മാത്രമല്ല, ഓരോ സമയത്തും ഓരോന്നോ പറഞ്ഞാൽ മാത്രമേ വെളിപ്പെടുത്തൂ എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഇനി ഉള്ള ദിവസം, അതായത് ഇന്ന് ആ കേസ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി തന്നെ ഈ പൂർണ്ണമായ വിവരങ്ങൾ, ഈ ആൽഫ ന്യൂമറിക് നമ്പറും അതോടൊപ്പം തന്നെ കോഡുകളും അടക്കമെല്ലാം നിലയും പൂർണ്ണമായ വിവരങ്ങൾ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം, വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രസിദ്ധീകരിച്ച ശേഷം ഈ പൂർണ്ണമായ വിവരങ്ങൾ കൈമാറി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സത്യവാങ്മൂലം ഇന്ന് സമർപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ ദിവസം SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അന്ത്യശാസ്ത്രം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ഈ വൈകിട്ട് 5 മണിക്കുള്ളിൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാകും അല്ലെങ്കിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അങ്ങനെ ഒരു ആൽഫ ന്യൂമറിക് നമ്പർ അടക്കം വരുമ്പോൾ ഇതിൽ കൃത്യമായി ഏതൊക്കെ ബോണ്ടുകൾ ഏതൊക്കെ കോർപ്പറേറ്റുകൾ വാങ്ങി, ഈ ഒരു കോർപ്പറേറ്റ് വാങ്ങിയ ബോണ്ട് ഏത് പാർട്ടിയിലേക്ക് എത്തിപ്പെട്ടു എന്നല്ല അതിനെ കൃത്യമായി അറിയാൻ കഴിയും. ഇപ്പോൾ നിലവിൽ SBI പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ ബോണ്ടുകൾ വാങ്ങിയ ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കണക്കുകളും അതോടൊപ്പം തന്നെ ഈ പണം കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൾ മാത്രമാണ്. പക്ഷേ ഇവർ രണ്ടുകൂടെ ഒത്തുനോക്കിക്കൊണ്ട് ഏത് ബോണ്ട് ഏതൊക്കെ പാർട്ടിക്ക് ആ ബോണ്ട് വഴി പണമാക്കി മാറ്റിയെന്ന് കൃത്യമായി അറിയണമെങ്കിൽ ഇതിൻ്റെ ആൽഫ ന്യൂമറിക് നമ്പറുകളും കോഡുകളും അടക്കമെല്ലാം നിലയും ലഭ്യമാകണം. പക്ഷേ ഇത് മറച്ചു വയ്ക്കാനുള്ള ശ്രമമായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം നടത്തിയത്. എന്തായാലും അത് കേന്ദ്ര സർക്കാരിനും BJPക്കും വേണ്ടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം, ഏകദേശം 12,000 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയപ്പോൾ ഇതിൽ 6,000 അല്ലെങ്കിൽ 8,000 ശിഷ്ടം രൂപ അല്ലെങ്കിൽ 8,000 കോടിയിലധികം രൂപ ലഭിച്ചത് BJPക്കാണെന്ന കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും ഇനി ഏതൊക്കെ കോർപ്പറേറ്റ് ഭീമന്മാർ BJPയെ സഹായിച്ചു എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ വേട്ടയാടപ്പെട്ട ഈ കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ദേശീയപാത വികസനം അടക്കമുള്ള വലിയ വലിയ ടെൻഡറുകൾ ലഭിച്ച കമ്പനികളാണോ ഈ ഒരു തുക കൈപ്പറ്റിയത് അല്ലെങ്കിൽ ഈ തുക BJPക്ക് സംഭാവന ചെയ്തെന്ന കാര്യവും കൃത്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കീർത്തി ചോദിച്ചത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ BJP ഇത്തരത്തിൽ അനധികൃതമായി പണം മാറ്റിയെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്താക്കി വരുന്നു. അതായത് കാലഹരണപ്പെട്ട ബോണ്ടുകൾ, ഈ കാലഹരണപ്പെട്ട ബോണ്ടുകളുടെ സ്വഭാവം എന്ന് പറയുന്നത്, ഈ ഇലക്ട്രിക് ബോണ്ടുകൾ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ബോണ്ടുകൾ 15 ദിവസത്തിനകം തന്നെ അത് പണമാക്കി മാറ്റണമെന്നുള്ളതാണ് ചട്ടം. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ പണമാക്കി മാറ്റിയില്ലെങ്കിൽ ഈ കാലഹരണപ്പെട്ട ബോണ്ടുകളുടെ തുക അത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകും. അങ്ങനെയാണ് 2018 ഇലക്ട്രിക് ബോണ്ടിൻ്റെ ഒരു ചട്ടത്തിൽ വിജ്ഞാപനത്തിൽ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ കാലഹരണപ്പെട്ട പോയ ബോണ്ടുകളും അതും പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പോകാതെ അത് പണമാക്കി BJP മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. അതായത് ഏകദേശം കർണാടക തെരഞ്ഞെടുപ്പിന് മുൻപ് 2018 10 കോടിയിലധികം രൂപ കാലഹരണപ്പെട്ടിരുന്നു. പക്ഷേ ഈ തുക കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പ്രത്യേകമായിട്ട് ഇടപെട്ടുകൊണ്ട് അത് SBIക്ക് നിർദ്ദേശം നൽകി അത് BJP പണമാക്കി മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിടുന്നത്. അന്ന് 2018 തന്നെ ഈ വാർത്ത പുറത്തുവന്നെങ്കിലും അത് രഹസ്യ സ്വഭാവമുള്ളതിനാൽ ഇത് ഏത് പാർട്ടിക്ക് ലഭിച്ചു എന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ആ തുകയും ലഭിച്ചത് BJPക്കാണ് എന്നുള്ളതാണ് വ്യക്തമായത്. അതായത് പാവപ്പെട്ടവർക്കും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ബാധിച്ചവർക്കെല്ലാം തന്നെ സഹായിക്കുന്ന പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പോകേണ്ട തുക പോലും BJP അടിച്ചു മാറ്റി അല്ലെങ്കിൽ BJP തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഈ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കൃത്യമായി ആ വിജ്ഞാപനത്തിൽ പോലും മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തുക തട്ടിയെടുത്തെന്നുള്ള വിവരം കൂടി ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് കൃത്യമായ രേഖകൾ പ്രകാരം പുറത്തുവിടുന്നുണ്ട്. കീർത്തി.